ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു കാർഡ്ബോർഡ് ബോക്സും ന്യൂസ് പേപ്പറുകളും വെച്ച് നമുക്ക് ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാർഡ്ബോർഡ് ബോക്സിൽ ഇതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് മുഴുവനായും നമ്മൾ കട്ട് ചെയ്തെടുക്കരുത്. കാർഡ്ബോർഡ് ബോക്സിന്റെ ബാക്കിലുള്ള ഭാഗം നമുക്ക് അതിൽ തന്നെ നിർത്തണം. ഇനി നമുക്കിതിന്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെയാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കത്രിക വെച്ച് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പാഴ്വസ്തുക്കൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് ബോക്സ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ഓറഞ്ച് കളർ പെയിന്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തു. ഇതിന്റെ ബാക്കിൽ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ലൈസ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഫെവി ബോണ്ട് വെച്ചാണ് ലൈസ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഈ ലൈസ് എല്ലാം നമ്മൾ പഴയ ഡ്രസ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ നമ്മൾ ലൈസ് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിന്റെ ഈ ഒരു ഭാഗത്തും കൂടെ ലൈസ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ നമ്മൾ ഇതുപോലെയാണ് ലൈസ് അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ലൈസ് വെച്ച് ഒരു ബോ ഷേപ്പ് ഉണ്ടാക്കി ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുത്തു. ഇത് നമുക്ക് വേണമെങ്കിൽ പെൻ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഇതിനകത്തേക്ക് പൂക്കളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചാണ് പൂക്കൾ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ന്യൂസ് പേപ്പറിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് വെച്ച് ഫ്ലവർ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ന്യൂസ് പേപ്പറിന്റെ പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇനി നമ്മളത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. പിന്നീട് ബാക്കിലേക്ക് മടക്കി വീണ്ടും റോൾ ചെയ്ത് കൊടുക്കണം. വീണ്ടും ബാക്കിലേക്ക് മടക്കി റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതൊരു ഫ്ലവർ ആയി കിട്ടും. ന്യൂസ് പേപ്പർ വെച്ച് വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണിത്. ഇത് മുഴുവനായും ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനിടയിലൂടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. ആദ്യമായിട്ട് നമ്മൾ ഇതുപോലത്തെ പൂവ് ഒരെണ്ണം ചെയ്തെടുക്കുമ്പോൾ നമുക്കത് ശരിയായി കിട്ടില്ല. ഒന്ന് രണ്ടെണ്ണം ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഫ്ലവർ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഫ്ലവർ അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന്റെ ഇടയിലൂടെ എല്ലാം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ഫ്ലവർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ കുറെ പൂക്കൾ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പൂക്കൾ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്തെടുത്തു. വീണ്ടും നമ്മൾ ന്യൂസ് പേപ്പർ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നും നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഓരോ പീസും ഒരു സ്റ്റിക്ക് വെച്ചാണ് റോൾ ചെയ്തെടുക്കുന്നത്. റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് റോൾ ചെയ്തെടുക്കാം. നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾക്ക് തണ്ടുകളായി ഒട്ടിച്ചെടുക്കാനുള്ളതാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും ഇതുപോലെ റോൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പൂക്കളും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഓരോ പൂക്കളും ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് എല്ലാ പൂക്കളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പൊ നമ്മൾ എല്ലാ പൂക്കളിലും തണ്ടുകളെല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പൂക്കൾക്കും നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഓരോ പൂക്കളിലായി പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഓരോ പൂക്കളുടെ താഴെയും നമ്മൾ ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിതിൽ വൈറ്റ് കളർ പെയിന്റും കൂടെ ചെറുതായിട്ടൊന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്ലവറിന് ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതിന്റെ തണ്ടിലും കൂടെ പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് വെച്ച് ഇതിന്റെ തണ്ടിലും കൂടെ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പൂക്കൾക്കും നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കൾക്കും നമ്മൾ പല കളർ പെയിന്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പൂക്കളായി നമുക്ക് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം.
അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും അതിനകത്തേക്ക് വെച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ കാർഡ്ബോർഡ് ബോക്സും ന്യൂസ് പേപ്പറും വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോവരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.